ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 16 ശ്ലോകം 3-4. ദൈത്യം സഹസ്രകവചം കവചൈഃ പരീതം സഹസ്രവത്സരതപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിതതപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമുന്യഹതാം സലീലം അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. ദൈത്യം സഹസ്രകവചം കവചൈഃ പരീതം സഹസ്രവത്സരതപഃ സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിതതപഃ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടം അമും ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം അന്വാചരൻ ഉപദിശൻ അപി അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമം അധ്യവാത്സീഃ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രഃ പ്ലസഥ ശക്രോഥ തേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. ഹരേ കൃഷ്ണ. നരനാരായണ അവതാരം ആക്കും നമ്മൾ പോന ശ്ലോകത്തിലെ 2ാമത് ശ്ലോകത്തിൽ പാർത്തു. ഇനി 3ാമത് ശ്ലോകത്തിൽ നിന്ന് നരനാരായണ അവതാരം ചൊല്ലപ്പെട്ടത് ദുഷ്ട നിഗ്രഹത്തിക്ക് വേണ്ടിയാക്കും. അപ്പോൾ 3ാമത് ശ്ലോകത്തിൽ பார்த்தாന ഭവന്തൗ സഹസ്രവത്സരതപഃ സമരാഭിലവ്യൈഃ കവചൈഃ പരീതം സഹസ്രകവചം ദൈത്യം പര്യായ നിർമ്മിതതപഃ സമരൗ ശിഷ്ടൈകകങ്കടം കൃത്വാ അമും സലീലം നൃഹതാം. അവന് സഹസ്രകവചങ്കര ഒരു അസുരൻ. അവനക്ക് എപ്പിടിയുന്ന 1000 ചട്ടകൾ ഇരുന്നതാണ്. നമ്മളെന്താ കവചം പൊട്ടുപോമേ ഓരോ ഇതൊക്കെ പുറത്തെ യുദ്ധത്തിക്കെല്ലാം പുറത്തെ വെളിയിൽ കവചം പൊട്ടുപോമേ പൊറച്ചിട്ട് അന്തമാതിരി 1000 ചട്ടകൾ അവനോട് ശരീരത്തിലുമുണ്ട്. അതിനാലേക്ക് അവനക്ക് സഹസ്ര കവചങ്കര പേര്. അത് എപ്പോഴും അവനെ കൊല്ലം മുടിയുന്നതിന് അത് 1000 ചട്ടയും ഉടച്ച് മാത്തിനകത്തുള്ള അമ്പെയ്താണിന് മേലെ പോയി പടും, ഉടമ്പിൽ പോയി പടും. അപ്പൊ അവനൊരു പണ്ണുന്ന എന്താ ഒരു ചട്ടയെ ഉടയ്ക്കണം എന്ന് തന്നെ 1000 വർഷം തപസ് പണിയിട്ട് 1000 വർഷം അവൻ കൂടെ യുദ്ധം പണിനാത്താൻ ഒരു കവചം ഉടയും. இந்த மாதிரி 1000 കവചങ്ങൾ അവനക്ക് ഇരിക്കും. അപ്പൊ അപ്പടി ഇരിക്കപ്പെട്ട അവന് കൊല്ലർത്തുക്കാ വേണ്ടി വധം പണ്ണർത്തുക്കാ വേണ്ടി ഭൂമിയിലെ അസുരന്മാര് എപ്പെല്ലാം ഉണ്ടാഹാറോ അപ്പെല്ലാം അസുര നിഗ്രഹത്തുക്കാக ഭഗവാൻ ശിഷ്ടപരിപാലനം ദുഷ്ടനിഗ്രഹം അത് തന്നെ ഭഗവാനോട് അവതാര ഉദ്ദേശം എപ്പോഴും. അപ്പടി നരനാരായണ അവതാരം ഇങ്ങ വന്നിരിക്കാം. അപ്പോൾ 1000 വർഷം നരങ്കര ഭഗവാൻ യുദ്ധം പണ്ണുവർ. അന്ത സമയത്തിൽ 1000 വർഷം നാരായണങ്കര ഭഗവാൻ അങ്ക തപസ് പണിന്നിരുന്നു. அதுக்கப்புறம் நாராயணன் வந்து யுத்தம் பண்ணறதே நரன் இருக்கே தபஸுக்கு போவார். அப்போ கண்டினியூஸ் அப்படி யுத்தமாகும். அப்படி 999 പോർച്ചട്ടയും ഉടച്ചാ എന്നിട്ട് അവനെ ഇത് പണിവിട്ട 1000 ഇതാക്കല് അന്ത കടശി ഒരു കവചവും കുണ്ടലത്തോടെയൊക്കെ കർണൻ പുറന്താൻകരമാരി ചൊല്ലുന്ന സഹസ്ര കവചങ്ങളോട് അടുത്ത ജന്മമാക്കും കർണാൻകരമാരി ചൊല്ലുക. ഓക്കെ.
അപ്പോൾ ഭഗവാൻ 1000 കൊല്ലം ഭവന്തോ സഹസ്രവത്സരഃ തപഃ 1000 വർഷം തപസ് പണ്ണുക, സമരാഭിലവ്യൈഹി അതേമാതിരി ഇന്നൊരാൾ യുദ്ധം പണ്ണുക, കവചൈഹി പരീതം സഹസ്രകവചം ദൈത്യം அந்த 1000 ചട്ടയെ പൊട്ടുന്നിരുന്നത് அந்த സഹസ്രകവചങ്കര അസുരന് പര്യായ നിർമ്മിത തപഹ സമരവും മാറി മാറി ഓരോരുത്താളും തപസ്സും യുദ്ധവുമാ പണി ശിഷ്ടൈക കങ്കടം അമും സലീലം ന്യഹതാം. ഒരു ശിഷ്ടൈക കങ്കടം ഒരെണ്ണം മാത്രം മിച്ചമിരിക്കാത്ത എന്താ അസുരന് അവ നിഗ്രഹം പണിന. ഇനി എന്താ നരനാരായണാവതാരം ശിഷ്ടാനുഗ്രഹ രൂപത്തോട് ബാക്കി ചൊല്ലറ 4ാം ശ്ലോകത്തില് അഥം ത്വം ഭ്രാതൃമാൻ മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ അപി. സഹസ്രകവചന നിഗ്രഹം പണിനതുക്ക് അപ്പുറം നാരായണനാണ് ഭഗവാൻ തന്നോട് സഹോദരനാണ് നരനോട് ചേർന്ന് മോക്ഷധർമ്മം ആചരിക്കത്തുക്കും ഉപദേശം പണ്ണത്തുക്കുമാഹ ബദരികാശ്രമം മധ്യവാസിഹി. ബദരികാശ്രമത്തിൽ പോയി അവ അങ്ങ് ഇരുന്ന പങ്ക വരപ്പെട്ട് എപ്പോഴുമേ ബദരികാശ്രമത്തിൽ നമ്മൾ ഏതേത് കഥകൾ பார்த்தாலும் അതിലെല്ലാം കടശിയിലെ ബദരികാശ്രമத்துக்கு പോറാങ്കറതാൻ കാണും. അപ്പം அந்த ബദരികാശ്രമത്തിൽ അന്തമാരി ആരെല്ലാം വരാളോ വാളുകളെ ഉപദേശം നടത്തുക ഇന്നേക്കും അംഗീകരിക്കാം. இந்த பாரத பூமியை காப்பாத்துறதுக்காகவே பதரிகாசிரமத்தில் வாயிருக்கா. அத சக்கரஹ தே சமதகோபல நிஸ்ஸகாத்மா. அதுக்கப்புறம் என்னாச்சு, இந்திரனுக்கு பயம் வந்துடுது. இவ அப்படி எப்பவும் தபசு பண்ற, ஆறாவது நிறைய தபசு பண்ணினா இந்திரனுக்கு பயம் வந்துடும். എന്നത്തിനാല തന്നോട് സീറ്റ് പോയിടുമോങ്കര ഭയം. ഇന്ദ്ര പദവിക്കാകത്താൻ ഇവ തപസ് പണ്ടാള്. ആരാவது യജ്ഞം പണ്ണ ആരംഭിച്ചാൽ ഇന്ദ്രനുക്ക് ഭയം വന്നിടും. തന്നോട് സീറ്റ് കൊണ്ട് പുറത്തേക്ക് താൻ ഇവ പണ്ണറാളോ. അന്ത മാതിരി ഇങ്ങ ഇവ നരനാരായണ മഹർഷിമാരങ്ങിരുന്ന് തപസ് പണ്ണത്തെ ഇന്ദ്രനുക്ക് ഭയം വന്നിടും. ബല നിസ്സഹാത്മ അഥ ശക്രഹ. അപ്പൊ ഇന്ദ്രൻ തേ ശമതപോബല നിസ്സഹാത്മ. അവളോട് ശമം തപം ഇതെല്ലാം പാത്ത് അവനക്ക് ഇരിക്ക മുടിയലേ. മാരം അത് ബലി നിസ്സഹാത്മാ മാരം ദിവ്യാംഗന പരിവൃതം പ്രജിഖായ. കാമദേവനെയും നിറയെ സുന്ദരിമാരെയും സ്വർഗത്തിലിരിക്കപ്പെട്ട സുന്ദരിമാരെയും ചേർത്ത് இந்த നരനാരായണാശ്രമத்துக்கு ബദരികാശ്രമத்துக்கு ചൊല്ലി അനുപ്പറ. இப்படி அதாக்கு இனி அடுத்தது அந்த நரநாராயண மகர்ஷிமார் எப்படி அந்த காமத்தை விஜயம் பண்ணுறாங்கிறது பார்க்கலாம். ஹரே கிருஷ்ணா.